ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയും കഴിഞ്ഞ ദിവസം മേടിച്ച പാക്കറ്റ് പ്ലെയിൻ പൊറോട്ടയും ഓർമ്മ വന്നത്. ഫ്രീസറിൽ നിന്ന് പൊറോട്ട എടുത്തു. ഇതാണ് നമ്മുടെ പൊറോട്ട. പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ട് പൊറോട്ടയല്ല, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ബട്ടർ നാൻ. അതിൽ ഇച്ചിരി സൺഫ്ലവർ ഓയിലും തേച്ച് കല്ല് ചൂടാക്കി. നമ്മൾ എണ്ണ തേച്ച പൊറോട്ട എടുത്ത് നോക്കുമ്പോൾ നല്ല വട്ടി പോലെ ഇരിപ്പുണ്ട്. അത് ജസ്റ്റ് ഒരു മൈദ മാവ് മാത്രമാണ് കേട്ടോ. അതെടുത്ത് നമ്മൾ ആ ചൂടായ കല്ലിലേക്ക് അങ്ങ് ഇടുകയാണ്. പൊറോട്ട അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് നേരെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നമ്മൾ ക്രഷ് ചെയ്യണമല്ലോ, അടിച്ചടിച്ചടിച്ച്. ഇത് രണ്ട് കൈ ഉപയോഗിക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ ഇട്ട് സ്ക്യൂസ് ചെയ്യാണ്. നല്ലപോലെ അങ്ങനെ നല്ല ചൂട് കാരണം കൈയൊക്കെ അങ്ങ് പൊള്ളുവാണ്. അടിക്കുമല്ല ചെയ്ത് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് നല്ലപോലെ പൊട്ടിച്ചങ്ങെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ക്രിസ്പി ആയിട്ടുള്ള ഭാഗങ്ങൾ കണ്ടോ, ആ പൊഴിഞ്ഞു വീണേക്കുന്ന ഈ ക്രിസ്പി ആയിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് വായിലിടുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് അതൊരു രക്ഷയില്ല. പൊറോട്ട ഉണ്ടാക്കിയതിന് ശേഷമാണ് ആലോചിക്കുന്നത് ചായ ഉണ്ടാക്കണ്ടേന്ന്. ഫ്രിഡ്ജും തുറന്ന് ഫ്രിഡ്ജിനകത്ത് നിന്ന് പാലും എടുത്തു. ഞാൻ ഉപയോഗിക്കുന്നത് ലോ ഫാറ്റ് മിൽക്കാണ്. അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ചായ ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാലെടുക്കുകയാണ്. എടുത്ത് എൻ്റെ കപ്പിനകത്ത് ഒഴിച്ച് ഞാൻ മറ്റേ ചായ ഉണ്ടാക്കാൻ തിളപ്പിക്കാൻ വെച്ചേക്കുന്ന പാത്രത്തിനകത്ത് ഇട്ടു. എന്നിട്ട് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കി. ഞാനങ്ങനെ ലേശം ഷുഗർ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ചായക്കകത്ത് ലേശം ഷുഗറും ഇട്ട്. ഇവിടെ ചായപ്പൊടി കിട്ടത്തില്ല, പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ടീ ബാഗ്സാണ്. എനിക്കിച്ചിരി കടുപ്പം വേണ്ടതുകൊണ്ട് ഞാൻ 2 ടീ ബാഗാണ് യൂസ് ചെയ്യുന്നത്. ടീ ബാഗ് അങ്ങനെ തനിയെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള കടുപ്പം കിട്ടത്തില്ല. ഇവിടെ പാലിന് അത്ര എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, അത്ര കടുപ്പം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ടീ ബാഗ് ഇങ്ങനെ മുറിച്ചാണ് ഞാൻ പൊടിയിട്ടാണ് കുടിക്കുന്നത്. പൊടിച്ചായയാണ് ഏറ്റവും കുടിക്കാൻ സുഖം. അങ്ങനെ നമ്മുടെ ചായ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം കടുപ്പമുണ്ട്, എൻ്റെ ആഗ്രഹത്തിനുള്ള കടുപ്പമുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് ഓഫാക്കിയിട്ട് അവിടെ അങ്ങനെ വെക്കാം. നമ്മൾ ഇച്ചിരി കൂടെ നല്ലപോലെ അങ്ങ് കുറുകി റെഡി ആയിക്കോളും. നമ്മുടെ സെറ്റാക്കി വെച്ച പൊറോട്ടയിൽ കുറച്ച് മീൻ കറിയും, ഇന്നലെ ഉണ്ടാക്കി വെച്ച മീൻ കറിയാണ്, അത് ഒന്നും കൂടെ ചൂടാക്കിയായിരുന്നു. അതൊന്നും കൂടെ ചൂടാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ച മീൻ കറിയും. ആ മീൻ കറി ഇച്ചിരി വെറൈറ്റി മീൻ കറി കേട്ടോ. ഞാൻ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കുറച്ച് പയറും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ മീൻ കറി നല്ല ടേസ്റ്റായിരുന്നു. ഇന്നലെ രാത്രി നല്ല അടിപൊളിയായിട്ട് കഴിച്ച്. അങ്ങനെ മീൻ കറിയും നമ്മുടെ പൊറോട്ടയും ഞാൻ എടുക്കുകയാണ്. അതിനകത്ത് കുറച്ച് മീൻ കറി ഞാൻ എടുത്ത് മാറ്റി വെക്കും, കാരണം ഒരു നേരത്തേക്കും കൂടെ തീർക്കാനുള്ള, വൈകിട്ടത്തേക്കും കൂടെ കഴിക്കണം. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായ അടിക്കൽ പ്രോസസ്സാണ്. അടിച്ച ചായക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ എനിക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് അടിക്കാവുന്ന രീതിയിൽ ഞാൻ അടിച്ച് ഒന്ന് പതപ്പിച്ച് ചായ ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ പൊറോട്ടയും മീൻ കറി റെഡി ആയിട്ടുണ്ട്, അതേപോലെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കലാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. പൊറോട്ട ഇങ്ങനെ ഇച്ചിരി മുറിച്ച് നമ്മുടെ ചാറിൽ മുക്കിയിട്ടൊന്ന് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ചായയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചായയും കൂടെ കുടിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ചായയുടെ ചൂടാറിയിട്ടില്ല, നാക്കൊന്ന് ചെറുതായിട്ട് പൊള്ളി. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് സീ യു സൂൺ.